ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണും. തീർച്ചയായിട്ടും ഇതിൻ്റെ തമ്പനയിൽ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം കണ്ടതുകൊണ്ടോ ദയവ് ചെയ്ത് നിങ്ങളാരും കമൻ്റ് ഇട്ട് പോകരുത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുമെന്നാണ് പറയുന്നത്. ചില ആൾക്കാരെല്ലാം തുടക്കത്തിൽ മാത്രം കണ്ടുകൊണ്ട് വളരെ മോശമായ കമൻറ്റുകളും എഴുതി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം. പണ്ട് കാലങ്ങളിൽ നമ്മൾ വാർത്തകളെല്ലാം അറിഞ്ഞിരുന്നത് പത്രങ്ങളിലും അതുപോലെ തന്നെ TV മാധ്യമങ്ങളിലൂടെയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ തരംഗമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് നല്ല നല്ല വാർത്തകളും എല്ലാം അപ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. അതിനെ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അത്തരം മാധ്യമങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ചിലതരം ഫേക്ക് ന്യൂസുകൾ പ്രചരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ വാർത്തകളുടെ സത്യസന്ധത എന്ത് എന്ന് അന്വേഷിക്കാതെ തന്നെ അത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതാണ് ആ മാധ്യമങ്ങളുടെ ഒരു പോരായ്മയായി കാണുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മാധ്യമം ഏത് വാർത്തയാണോ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്, ഏത് വ്യക്തിയാണോ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്, അതിന് പുറകെയാണ് അത് സഞ്ചരിക്കുക. തീർച്ചയായും അത്തരം വ്യക്തികൾക്കെതിരെയുള്ള വാർത്തകളാകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് റീച്ച് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒരു അറിയപ്പെടുന്ന ഒരു നാഷണാലിറ്റി അല്ലെങ്കിൽ ഒരുപാട് അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വാർത്തകൾക്ക് ഒരുപാട് സ്വീകാര്യത ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽപ്പെട്ട ഒരു വാർത്തയാണ് ഈ സുനിത വില്യംസിനെ കുറിച്ചുള്ള ഈ ഫേക്ക് ന്യൂസ്. അത് ഇസ്ലാമിക വിരോധികൾ വേണ്ടത്ര നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി എന്ന് വേണം പറയാൻ. യുക്തിവാദികളും അതുപോലെ തന്നെ ഇസ്ലാമിക വിരോധികളും ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുത്ത ഒരു വാർത്തയാണിത്. തീർച്ചയായിട്ടും അത്തരം വാർത്തകൾ വിശ്വാസികൾ തന്നെ വിശ്വസിച്ചു പോകുന്ന തരത്തിലാണ് അവർ പടച്ചു വിടുന്നത്. തീർച്ചയായിട്ടും അവർ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് വായിക്കുന്ന ഏതൊരാൾക്കും ഒരു വിശ്വാസി എഴുതിയ ഒരു പോസ്റ്റാണ് എന്ന് തോന്നിപ്പോകും. ഒരു കണക്കിന് നമുക്ക് വിശ്വാസികളെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം അത്രക്കും ആ കാര്യങ്ങൾ വായിച്ചാൽ ഒരു വിശ്വാസി പറഞ്ഞതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പക്ക ഫേക്കായിട്ടാണ് അതൊരു യുക്തിവാദി നിർമ്മിച്ച് പടച്ചു വിട്ടത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നാലും അതിൻ്റെ നിജസ്ഥിതി അറിയാതെ നമ്മൾ അത് ഷെയർ ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് നമുക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്ത ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഇസ്ലാമിക് ഗ്രൂപ്പിൽ തന്നെയാണ്. അതും ഫേസ്ബുക്കിലുള്ള ഒരു ഇസ്ലാമിക് ഗ്രൂപ്പിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇത് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഇത് സത്യസന്ധമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ വാർത്ത, എന്താണ് ഈ പോസ്റ്റ് എന്ന് ആദ്യമായി നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണും. തീർച്ചയായിട്ടും എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യസന്ധത എന്ത് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. നമുക്ക് ആദ്യമായി ആ പോസ്റ്റ് ഒന്ന് കാണാം. സുനിത വില്യംസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരാഴ്ചത്തെ ദൗത്യവുമായി ബഹിരാകാശത്ത് പോയ സുനിത 9 മാസം അവിടെ തങ്ങി തിരിച്ചു വന്നപ്പോൾ പത്രക്കാരോട് പറഞ്ഞത് ലോകത്തിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഞാൻ ബഹിരാകാശത്ത് കുടുങ്ങിയത് ദൈവനിശ്ചയപ്രകാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടതുപോലെയായിരുന്നു ജീവിച്ചത്. സ്റ്റോർ ചെയ്ത ഭക്ഷണവും വെള്ളവും തീരാനായി ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് മുസ്ലിമീങ്ങളുടെ റംസാൻ നോമ്പിനെ കുറിച്ച് ഓർമ്മ വന്നത്. അന്നു മുതൽ ഞാൻ വൈകുന്നേരം കുറച്ചു ഭക്ഷണവും വെള്ളവും കുടിക്കും, പിന്നെ രാവിലെ കുറച്ചു വെള്ളവും. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും തോന്നി. എനിക്ക് കുറച്ച് അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. മരണത്തെയും കാത്തിരിക്കുന്ന ഞാൻ ഒരു ദിവസം ബൈബിൾ വായിക്കാമെന്ന് കരുതി കമ്പ്യൂട്ടർ തുറന്നു. മുമ്പ് പലതവണ വായിച്ചതായതുകൊണ്ട് എനിക്കൊരു പേജ് വായിച്ചപ്പോൾ തന്നെ ബോറടിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇനി ഖുർആൻ വായിക്കാമെന്ന് തോന്നിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഏതോ ഒരു ശക്തി എന്നിൽ തോന്നിപ്പിച്ചുവെന്നാണ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വായന തുടങ്ങി. 10-15 പേജ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അതിലെ ഭ്രൂണശാസ്ത്രവും ആഴക്കടലിനെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും പറയുന്നത് ഇറ്റ് വാസ് അമേസിംഗ്. ഇത് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നി. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചെളിക്കുണ്ടിൽ താവുന്നത് പോലെയാണ് തോന്നുക. ചിലപ്പോൾ മുകളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാം, മന്ത്രങ്ങൾ ഉരുവിടുന്ന. എന്റെ സഹയാത്രികൻ ബാരി വിൽമോർ പറഞ്ഞത് ദിവസവും ഖുർആൻ വായിക്കുന്നത് കൊണ്ട് തോന്നിയതാണ് എന്നാണ്. അതിനുശേഷം ഞാൻ ഖുർആൻ ഗഹനമായി വായിക്കാൻ തീരുമാനിച്ച തഫ്സീറുകൾ ഡൗൺലോഡ് ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത് ഞാൻ എലോൺ മസ്കിനെ അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചു.
അദ്ദേഹം അക്കാര്യം അടുത്തു തന്നെ അദ്ദേഹത്തിന്റെ എക്സിനോട് പങ്കുവെക്കുമെന്ന് പറഞ്ഞു. ഇനിയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ചില ദിവസങ്ങളിൽ വലിയ ഉൽക്കകൾ ഞങ്ങളുടെ സ്പേസ് സ്റ്റേഷന് നേരെ പാഞ്ഞു വരുന്നത് നമ്മൾ കണ്ടു ഭയന്നിരിക്കും. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അത്ഭുതമെന്ന് പറയട്ടെ, ചില ചെറിയ ഗോളാകൃതിയിലുള്ള വെളിച്ചങ്ങൾ, നക്ഷത്രങ്ങളെ പോലെ തോന്നിക്കുന്നവ, അത് പറന്നു വന്ന് ഉൽക്കകളെയെല്ലാം നശിപ്പിക്കും. കാണുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ വാരി എറിയുന്നത് പോലെ തോന്നും. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ അടുത്തു തന്നെ നാസ നടത്തുമെന്ന് ഉറപ്പു തന്നു. അങ്ങനെ 8 മാസം കഴിഞ്ഞ് ഖുർആൻ മുഴുവൻ വായിച്ചു. എനിക്ക് തിരിച്ചു ഭൂമിയിൽ പോകാൻ സാധിക്കുമെന്ന തോന്നൽ വന്നു തുടങ്ങി. ഒരു അസാധാരണമായ കോൺഫിഡൻസ് എന്നിൽ നിറയുന്നത് പോലെ തോന്നി. ഏപ്രിൽ മാസമായപ്പോൾ സൂര്യൻ അസ്തമിക്കാനാവുമ്പോൾ മുകളിൽ നിന്നും യൂണിക്കോൺ, അതായത് പറക്കുന്ന കുതിര പോലെയുള്ള ഒരു ജീവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ കണ്ടു. അത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ എത്തിയാൽ പിന്നെ കാണാൻ സാധിക്കുന്നില്ല. അത് എവിടെ നിന്നാണ് വരുന്നത് എന്നും മനസ്സിലായില്ല. ഞാനും എന്റെ ബാരി വിൽമോറും കൂടി അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അത് മുകളിലെ പ്രത്യേക ലെയറിൽ നിന്നുമാണ് ഇറങ്ങി വരുന്നത്. എനിക്ക് തോന്നുന്നത് ആകാശത്ത് ഒന്നിൽ കൂടുതൽ തട്ടുകളുണ്ട് എന്ന് മനസ്സിലായി. ഈ പറക്കുന്ന കുതിരകൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇല്ലാത്തത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അപ്പോഴാണ് ഹഡ്സൺ റിവറിന് മുകളിൽ ചന്ദ്രക്കല കണ്ട കാര്യം ന്യൂയോർക്ക് ടൈംസിൽ കണ്ടതും മുസ്ലിമുകളുടെ നോമ്പ് തുടങ്ങിയത് മാർച്ച് 2 എന്ന് വാർത്ത കണ്ടത്. അന്നു മുതലാണ് ഞങ്ങൾ ഈ പ്രതിഭാസം കണ്ടത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഭൂമിയിൽ നോമ്പ് മുറിക്കുന്ന സമയമാണ് അത് വരുന്നത് എന്ന്. എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ അനുഗ്രഹവുമായി വരുന്ന മാലാഖമാർ, അതായത് മലക്ക് ആണെന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുർആൻ സത്യമാണെന്നാണ്. ഇനി എന്റെ ഗവേഷണം ഖുർആനിലെ ശാസ്ത്രത്തെക്കുറിച്ചായിരിക്കും. ഭ്രൂണശാസ്ത്രം, ആഴക്കടൽ ശാസ്ത്രം, ഗോളശാസ്ത്രം എല്ലാം എനിക്ക് പഠിക്കണം. ഖുർആനിന്റെ അമാനുഷിക ശക്തി കണ്ടുപിടിക്കാൻ നാസയിൽ പുതിയ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. ഇത് പക്ക 100% ഫേക്ക് ന്യൂസാണ്. ഇത് മറ്റുള്ളവരെ മുന്നിൽ ഇസ്ലാമിനെ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയും കരുതിക്കൂട്ടി ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്താണെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിരീശ്വരവാദികളും അതുപോലെ തന്നെ യുക്തിവാദികളും അടങ്ങുന്ന ഒരു സംഘം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്നു. ഇതിനെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഇവർ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവർ തന്നെ വന്നുകൊണ്ട് ആ പോസ്റ്റിനെ റിയാക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഇസ്ലാമിനെ മറ്റുള്ളവരെ മുമ്പിൽ മോശമായി കാണിക്കാം, മോശമായി ചിത്രീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അതും പരിശുദ്ധ റമദാൻ മാസം അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത്തരം ബോധപൂർവമായ ശ്രമങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസികൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു കടമയാണ്. ഈ ഒരു വാർത്ത ഫേക്കാണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണമായും ഒരുപാട് വിശ്വാസികൾ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലേക്കും ഇത് ഷെയർ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തു പോയിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സുനിത വില്യംസ് എന്ന് പറയുന്ന വ്യക്തി 8 ദിവസത്തേക്ക് യാത്ര പോയതാണ്. 20 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവർ നോമ്പ് പിടിക്കുന്നു. അതിനുശേഷം അവർ മരണത്തെ മുന്നിൽ കാണുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബൈബിൾ എടുത്ത് വായിക്കണമെന്ന് തോന്നിയത്. ആ ബൈബിള് ഒരു പേജ് വായിച്ചപ്പോൾ പെട്ടെന്ന് മടുക്കുന്നു, അലോസരം തോന്നുന്നു. അതിനുശേഷം ഖുർആൻ എടുത്ത് വായിക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം എല്ലാ സഫകളും തീർത്തും മുസാഫ് മൊത്തം മാസം കൊണ്ട് തീർക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഇത് വരുന്നു. അതിനുശേഷം നോമ്പെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നീറ്റായി ഒരു സിനിമ കാണുന്നത് പോലെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ മോശമായി ചിത്രീകരിക്കാമെന്നുള്ള ഒരു കുബുദ്ധി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇത് ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് വന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും സത്യസന്ധമായ ഒരു കാര്യമാണ്. ഈ വാർത്ത വന്നിട്ട് ഏകദേശം 2 ദിവസമായെങ്കിലും നമ്മൾ ആ വാർത്ത ചെയ്യാതിരുന്നത് അത് എവിടെ നിന്ന് കിട്ടി, അതിൻ്റെ ഉറവിടം എന്ത് എന്നറിയപ്പെടാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ഉറവിടം കണ്ടെത്തിയിരിക്കുന്നു. അലവി എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് ഈ പോസ്റ്റ് ആദ്യമായി ഉത്ഭവിക്കുന്നത്. അത് ഒരു യൂട്യൂബർ തീർച്ചയായിട്ടും അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റിയുള്ള അലവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരികയാണ്. സ്വന്തം മനസ്സിലും ചിന്തയിലും
ഈ ജന്മത്തിലും പൂർവ്വജന്മ ബന്ധങ്ങളിലുമൊക്കെ യോജിക്കുന്ന പേരായ ചില പേരുകൾ കണ്ടെത്തും. ആ പേരിൽ ചില പേജുകൾ ഉണ്ടാക്കും. എന്നിട്ട് ആ പേജിലേക്ക് ചിലതങ്ങ് എഴുതി വിടും. അങ്ങനെയാണ് ഏതാണ്ട് 24 മണിക്കൂറിനപ്പുറം അലവലാതി അലവി എന്ന് പറഞ്ഞ് ഒരു പേജ് പ്രത്യക്ഷപ്പെട്ടത്. അതിലാണ് സുനിത വില്യംസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവനല്ല എഴുതിയിട്ടുള്ളതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം വില്യംസിനെയൊക്കെ വില്യംസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബഹർ ആകാശത്താണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പരിശോധിച്ചാൽ ഇതിൽ കുറേ തെറ്റുകൾ കാണും. അതെല്ലാം അലവലാതി ആയതുകൊണ്ട് നമുക്ക് പുറത്തു കൊടുക്കാം. പിന്നെ താഴേക്ക് അലവലാതി ആയതുകൊണ്ടാണ് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോറടിച്ചുവെന്നും ആ ബോറടി മാറ്റാൻ വേണ്ടിയാണ് ഖുർആൻ തുറന്നതെന്നും ഒക്കെ പറയുന്നത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. കാരണം അലവലാതി എന്ന് പറയുമ്പോൾ സ്വന്തമായി മതമോ ജാതിയോ വർഗമോ ഒന്നുമില്ലാതെ എന്നാൽ അവരിൽ നിന്ന് ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരെയാണ് നമ്മൾ അലവലാതി എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്, നിയമപരമായും അതുപോലെ തന്നെ പേരുകളൊന്നും വെച്ച് ചെയ്താൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് അവൾ ഒരു അലവലാതി അലവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് ആ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ പോസ്റ്റ് എടുത്തത് കൊണ്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇസ്ലാമിനെ മോശകരമായി ചിത്രീകരിക്കുന്നു. അതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ മടുത്തു, 2 പേജ് വായിച്ചപ്പോൾ തന്നെ മടുത്തു, അതിനുശേഷമാണ് ഖുർആൻ എടുത്ത് വായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നല്ലവരായ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ഇടയിൽ ഇസ്ലാമിനോട് ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ബയോഡാറ്റ കൂടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമാണ് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നത്. അതെങ്കിലും ഇവിടെ ഉണ്ടാക്കി കളയാം എന്നുള്ള ഒരു വല്ലാത്തൊരു ബുദ്ധി ഈ അലവലാതി അലവി എന്ന് പറയുന്ന അഡ്രസ്സ് ഇല്ലാത്ത ഈ മനുഷ്യൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു റമദാൻ മാസത്തിൽ എങ്ങനെ ഇസ്ലാമിനെ മോശകരമായി ചിത്രീകരിക്കാം മറ്റുള്ളവരുടെ കണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് സുനിത വില്യംസിനെ വെച്ചുകൊണ്ട് ഒരു ഫേക്ക് ഐ ഡി കൂടി ഇത്തരം പരാമർശങ്ങൾ നടത്തി പോവുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വിശ്വാസികൾ ഇത് തിരിച്ചറിയണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ഇസ്ലാമിന് യാതൊരു കോട്ടവും ഇവിടെ സംഭവിക്കുകയില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇനി അങ്ങനെ വരികയാണെങ്കിൽ അത് പടച്ച തമ്പുരാൻ്റെ തീരുമാനം എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അത് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യുകയും ആ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ജാഗ്രത പുലർത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പടച്ച തമ്പുരാൻ നമ്മൾക്കെല്ലാം എല്ലാവിധ അനുഗ്രഹവും അതുപോലെ തന്നെ ക്ഷമയും തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.